നമസ്തേ. കീം 2024 കേരളത്തിലെ മെഡിക്കൽ പ്രവേശനത്തിൻ്റെ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 17 കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾക്കും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾക്കും അതുപോലെ ദന്തലിനും BDSനും നാം അപേക്ഷിക്കേണ്ടത് കീം 2024 വഴിയാണ്. പ്രവേശന പരീക്ഷ കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുന്നില്ല. പകരം നീറ്റ് 2024 മെയ് 5 എഴുതുകയും അതിൻ്റെ റിസൾട്ട് ജൂൺ 14 പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആ റിസൾട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറും കേരള വെബ്സൈറ്റിൽ എൻട്രി ചെയ്ത് കൊടുത്താൽ നീറ്റിന് കിട്ടുന്ന മാർക്ക് അനുസരിച്ച് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും MBBS BDS പ്രവേശനം കേരള എൻട്രൻസ് കമ്മീഷണർ നടത്തുകയും ചെയ്യും. കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾക്ക് NRI സീറ്റ് സംവരണമുണ്ട്. കാൻഡിഡേറ്റിൻ്റെ അപേക്ഷാർത്ഥിയുടെ അച്ഛനോ അമ്മയോ NRI ആണെങ്കിലോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള നേരിട്ട് അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഫസ്റ്റ് കസിനോ സെക്കൻഡ് കസിനോ വഴിയുള്ള രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS സീറ്റുകൾക്ക് NRI സീറ്റിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. കീം 2024 NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തു, NRI ആപ്ലിക്കേഷൻ വെച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നീറ്റ് 2024 നല്ല മാർക്ക് ലഭിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സീറ്റുകളിലോ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ NRI അല്ലാത്ത സീറ്റുകൾക്കോ അഡ്മിഷൻ ലഭിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവുകയുമില്ല. മെയ് 5 നീറ്റിൻ്റെ മാർക്കിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾക്കനുസരിച്ച് നമുക്കൊരു സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ NRI സീറ്റ് ആണെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. അച്ഛനോ അമ്മയോ വർഷങ്ങളായി വിദേശത്താണ് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ NRI ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് അപേക്ഷിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണം എന്നും ഇല്ല. വളരെ ഉയർന്ന ഫീസ് നിരക്കിൽ ഏതാണ്ട് വാർഷിക ഫീസ് 21 ലക്ഷം രൂപ പെർ ഇയർ ആണ് NRI സീറ്റുകൾക്ക്. അത്രയും രൂപ ഫീസ് കൊടുത്തുകൊണ്ട് MBBS സീറ്റുകൾക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം NRI സീറ്റുകൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുത്താൽ മതിയാകും. ഏപ്രിൽ 17 കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിച്ച് കഴിഞ്ഞാൽ നീറ്റ് പരീക്ഷ നടക്കുന്നതിന് ശേഷവും നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷവും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്തൊന്നും NRI സീറ്റുകൾക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാൻ അനുവദിക്കുന്നതല്ല. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് തങ്ങളുടെ മാർക്ക് കുറയുകയോ അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കോളേജിൽ NRI സീറ്റിൽ ആണെങ്കിലും വേണമെന്നുള്ളവർ മാത്രം ഇപ്പോൾ NRI സ്റ്റാറ്റസ് കൂടി ക്രിയേറ്റ് ചെയ്തിടണം. NRI ആപ്ലിക്കേഷന് നമ്മൾ സമർപ്പിക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം മെഡിക്കൽ കോളേജുകളിലേക്ക്. കേരളത്തിൽ നമുക്കറിയാം 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണുള്ളത്. കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരവും തൃശ്ശൂരും ആലപ്പുഴയും ഇടുക്കിയും മഞ്ചേരിയും കോന്നിയും കൊല്ലവും എറണാകുളവും അതുപോലെ തന്നെ പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജും. ഈ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ NRI സീറ്റുകളില്ല. 85% കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് 24,000 രൂപ വാർഷിക ഫീസ് കൊടുക്കുന്ന നോർമൽ സീറ്റുകളും 15% ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളും മാത്രമേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലുള്ളൂ. NRI സീറ്റുകൾക്ക് 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. അത് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളാണുള്ളത്. അൽ-അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ, അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അസീസിയ മെഡിക്കൽ കോളേജ് കൊല്ലം, ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് തിരുവല്ല, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് വയനാട്, MES മെഡിക്കൽ കോളേജ് മലപ്പുറം, ഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ജൂബിലി മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട്, PK ദാസ് മെഡിക്കൽ കോളേജ് പാലക്കാട്, കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട്, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി, മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് പത്തനംതിട്ട, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല, ശ്രീനാരായണ മെഡിക്കൽ കോളേജ് എറണാകുളം, ഡോക്ടർ സോമർവെൽ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, SUT അക്കാഡമി SUT മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം എന്നിങ്ങനെയാണ് 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുള്ളത്. ഈ മെഡിക്കൽ കോളേജുകളിൽ ഓരോ കോളേജുകളിലുമുള്ള സീറ്റുകളുടെ ഇവിടെ എണ്ണമുണ്ട്.
ഉദാഹരണത്തിന് നമുക്ക് 100 സീറ്റുകളുള്ള അമല മെഡിക്കൽ കോളേജുകളിൽ 100 സീറ്റാണ് MBBSനായിട്ടുള്ളത്. 100 സീറ്റും നീറ്റിൻ്റെ മാർക്കിനനുസരിച്ചുള്ള കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നും മാത്രമേ പ്രവേശനമുള്ളൂ. ഈ 100 സീറ്റുകൾക്കും കേരള എൻട്രൻസ് കമ്മീഷണർ മാത്രമാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ഈ മുഴുവൻ സീറ്റുകൾക്കും കേരള മെഡിക്കൽ റാങ്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ 100 സീറ്റുകളിലെ അല്ലെങ്കിൽ 150 സീറ്റ് ഉണ്ടെങ്കിൽ 85% സീറ്റുകൾ, അതായത് മൊത്തം സീറ്റുകളുടെ 85% സീറ്റുകൾക്കും 7 മുതൽ 8.5 ലക്ഷം വരെയാണ് ഓരോ കോളേജിലും ഫീസ്. അതായത് ഒരു കോളേജിൽ തന്നെ പല ഫീസില്ല, ഓരോ കോളേജിലും അവരുടെ വാർഷിക ചെലവനുസരിച്ച് ഫീസ് കണക്കാക്കിയിട്ടുണ്ട്. അമല മെഡിക്കൽ കോളേജ് 100 സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ 85 സീറ്റുകൾക്കും 7.5 lakhs പെർ ഇയർ ആണ് MBBSൻ്റെ ഫീസ്. അതാണ് നോർമൽ കേരളത്തിലെ മെഡിക്കലിന് നമുക്കൊരു സീറ്റ് കിട്ടുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള വാർഷിക ഫീസ്. എന്നാൽ ഈ 100 സീറ്റുകളിൽ 15 സീറ്റുകൾ NRI വിഭാഗത്തിന് മാത്രമായി മാറ്റിവെച്ചിരിക്കുന്നു. അതും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാത്രമേ എടുക്കുകയുള്ളൂ. ആ 15 NRI സീറ്റുകൾക്ക് 21 ലക്ഷം രൂപയാണ് വാർഷിക ഫീസ്. ഓരോ വർഷവും 21 ലക്ഷം രൂപ വെച്ച് അടയ്ക്കണം. ഈ 15 സീറ്റുകൾക്ക് നമ്മൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെയുള്ള 85 സീറ്റുകൾ 7.5 ലക്ഷത്തിന് നമ്മൾ അപേക്ഷിക്കണമെങ്കിൽ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ടതില്ല. ആരും NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യേണ്ട. ഇപ്പോൾ NRI ആണെങ്കിൽ പോലും നോർമലി കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും. എന്നാൽ ബാക്കിയുള്ള 15 സീറ്റുകൾ 21 ലക്ഷം രൂപ വരുന്ന സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് NRI സ്റ്റാറ്റസ് നാം ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്തിടേണ്ടത്. അങ്ങനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രം. ഈ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളിൽ ഇവിടെ 7 ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളും 6 മുസ്ലിം മൈനോറിറ്റി കോളേജുകളും നമുക്ക് കാണാം. ഈ 15 സീറ്റുകളിൽ തന്നെ വീണ്ടും ഒരു 35% സീറ്റുകൾ, അതായത് ഏതാണ്ട് 6 സീറ്റോളവും ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം വീണ്ടും സംവരണം ചെയ്തിട്ടുണ്ട്. NRI സീറ്റുകൾ 15%-നകത്ത് തന്നെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണെങ്കിൽ 6 സീറ്റുകൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ. MES ആണെങ്കിൽ അത് മുസ്ലിം മൈനോറിറ്റി കോളേജ് ആയതുകൊണ്ട് 15%-ലെ 37 സീറ്റുകൾ മുസ്ലിം വിഭാഗത്തിന് മാത്രമായും സംവരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ NRIക്ക് അകത്ത് തന്നെ നമുക്ക് മൈനോറിറ്റി സീറ്റുകളും കാണാം. അത് മൈനോറിറ്റി സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പം ഈ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ടുള്ള NRI സീറ്റ് ആഗ്രഹിക്കുന്നവരാണ് ഈ 17-ാം തീയതിക്കുള്ളിൽ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുകയും 24-ാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഒരുമിച്ച് ഒറ്റ PDF ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യുവാൻ. 500 കിലോബൈറ്റ്സിൽ താഴെയുള്ള PDF ഫോർമാറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യുവാൻ നാം ഉപയോഗിക്കേണ്ടതെന്ന് കൂടി നോക്കാം. കീം 2024 പ്രോസ്പെക്ടസിൻ്റെ 51-ാമത്തെ പേജിലാണ് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരിക്കുന്നത്. കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ഒരു സ്പോൺസറാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കോപ്പി, വിസ അറ്റസ്റ്റഡ് ബൈ ദ എംബസി. ആ വിസയ്ക്കകത്ത് ജോലി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. അങ്ങനെ വിസയ്ക്കകത്ത് ജോലി മെൻഷൻ ചെയ്തിട്ടുള്ളവരുടെ പാസ്പോർട്ടും വിസയും അറ്റസ്റ്റഡ് ബൈ ദ എംബസി അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖ. ഇനി ഈ വിസയ്ക്കകത്ത് നമ്മളുടെ ജോലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റാണ് നമ്മൾ പകരം അപ്ലോഡ് ചെയ്യേണ്ടത്. അത് നിർബന്ധമായും നമ്മളുടെ എംബസിയുടെ ലെറ്റർ ഹെഡിൽ എംബസി സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കണം എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. നമുക്ക് ജോലി മെൻഷൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾക്ക്. അപ്പോൾ സ്പോൺസർ ചെയ്യുന്ന ആരാണോ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട്, വിസ ഇത് എംബസി അറ്റസ്റ്റ് ചെയ്തതും ഒപ്പം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. വിസയ്ക്കകത്ത് ജോലി ഉണ്ടെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NRI സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഈ വിസയുടെ കാലാവധി എപ്പോഴാണോ മെഡിക്കൽ പ്രവേശനം അവസാനിക്കുന്നത് ആ സമയം വരെ കാലാവധി ഉള്ളതുമായിരിക്കണം. സാധാരണ ഡിസംബർ മാസം വരെയൊക്കെയാണ് അലോട്ട്മെൻറ്റ് നീണ്ടു നിൽക്കുന്നത്. ആ സമയം വരെ കാലാവധി ഉള്ളതാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ ആ സമയത്ത് മെമ്മോ വരുമ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രം മതിയാകും. നമ്മൾ വിസ ആ സമയത്ത് പുതുക്കിക്കൊള്ളാമെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും മതിയാകും. അങ്ങനെ പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് ബന്ധം കാണിക്കുന്ന രേഖ. കാൻഡിഡേറ്റിൻ്റെ തന്നെ അച്ഛനോ അമ്മയോ ആണ് സ്പോൺസറെങ്കിൽ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, അതാണ് കൊറോബറേറ്റീവ് സർട്ടിഫിക്കറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ.
അച്ഛനോ അമ്മയോ അല്ല നമ്മളുടെ സ്പോൺസറെങ്കിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് കേരളത്തിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് സീല് ചെയ്ത് മേടിക്കുകയാണ് വേണ്ടത്. അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും, അച്ഛനോ അമ്മയോ അല്ല രക്തബന്ധത്തിലുള്ള മറ്റൊരാളാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് അടയ്ക്കണമെന്നൊന്നുമില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് അടയ്ക്കാം. അദ്ദേഹത്തിന് ഫിനാൻഷ്യലായിട്ട് യാതൊരു ബന്ധവുമില്ല. 4.5 വർഷം NRI സ്പോൺസർഷിപ്പിൽ പഠിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയോ കാൻഡിഡേറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്നൊക്കെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷേ സ്പോൺസർ ചെയ്യണം. 4.5 വർഷം നമുക്ക് NRI ആയിട്ട് സ്പോൺസർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ബന്ധം കാണിക്കുന്ന രേഖ നിർബന്ധമായും ഈ PDF-നകത്ത് ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ വേണ്ടത് ഒരു സത്യവാങ്മൂലമാണ്, അഫിഡേവിറ്റ് ആണ്. ഈ സത്യവാങ്മൂലം ഈ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി ഇപ്പം കേരളത്തിലാണെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിൽ ഈ അഫിഡേവിറ്റിൻ്റെ മാതൃക ടൈപ്പ് ചെയ്യുകയും നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് ഈ സ്പോൺസർ സൈൻ ചെയ്യുകയും ചെയ്താൽ മതിയാകും. ഈ സ്പോൺസർ ചെയ്യുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ രക്തബന്ധമുള്ള വ്യക്തി ഇപ്പോൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് പേപ്പറിൽ തയ്യാറാക്കിയിട്ട് എംബസിയെ കൊണ്ടാണ് അറ്റസ്റ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ NRI സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നാം ഒരുമിച്ച് ഒറ്റ PDF ആക്കേണ്ടത് പാസ്പോർട്ട്, വിസയിൽ ജോലി മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അഥവാ NRI സർട്ടിഫിക്കറ്റ്, ബന്ധം കാണിക്കുന്നതിനുള്ള രേഖ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അച്ഛനോ അമ്മയോ ആണെങ്കിൽ കുട്ടിയുടെ 10ാം ക്ലാസ്സും, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കേരളത്തിലെ വില്ലേജ് ഓഫീസർ എന്നുള്ള റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ സോൺ അഫിഡേവിറ്റ്, സത്യവാങ്മൂലം എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കീം 2024 പ്രോസ്പെക്ടസിൻ്റെ 233-ാമത്തെ പേജിൽ അഫിഡേവിറ്റ് സത്യവാങ്മൂലത്തിൻ്റെ മാതൃകയുണ്ട്. ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി വിദേശത്താണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് എംബസിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുകയും, ഇപ്പോൾ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി കേരളത്തിലുണ്ടെങ്കിൽ 200 രൂപ മുദ്രപത്രത്തിലൂടെ ഇത് ടൈപ്പ് ചെയ്തിട്ട് കേരളത്തിലെ നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കുകയുമാണ് ചെയ്യേണ്ടത്. അച്ഛനോ അമ്മയോ അല്ല സ്പോൺസർ ചെയ്യുന്നത്, രക്തബന്ധത്തിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിൻ്റെ 223-ാമത്തെ പേജിൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് കേരളത്തിലെ വില്ലേജ് ഓഫീസറെ കൊണ്ടോ താലൂക്ക് ഓഫീസറെ കൊണ്ടോ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഈ NRI ഡോക്യുമെൻറ്റ്സിനകത്ത് നിർബന്ധമായും ഉണ്ടായിരിക്കണം. 2023 അതായത് കഴിഞ്ഞ വർഷം NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ 19 മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് MBBSന് പ്രവേശനം ലഭിച്ചു എന്നുള്ളതും നിങ്ങൾക്ക് കീം 2023 ലാസ്റ്റ് റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ NRI വിഭാഗത്തിൽ 37,622 വരെയും, ഇത് കേരള മെഡിക്കൽ റാങ്കാണ്. അതുപോലെ തന്നെ അമല തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 17,272 വരെ. അതുതന്നെ ക്രിസ്ത്യൻ ആണെങ്കിൽ 21,959 വരെയുള്ള ക്രിസ്ത്യൻസിന് ക്രിസ്ത്യൻ ആയതുകൊണ്ട് അമല മെഡിക്കൽ കോളേജിൽ NRI സീറ്റിൽ കിട്ടിയിട്ടുണ്ട്. അസീസിയ കൊല്ലം മെഡിക്കൽ കോളേജിൽ 29,510. അതുപോലെ തന്നെ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ 18,284 NRI റാങ്ക് കേരള മെഡിക്കൽ റാങ്ക്. ക്രിസ്ത്യൻ ആയതുകൊണ്ട് 26,332 വരെ ലഭിച്ചു. മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ 34,960. MES പെരിന്തൽമണ്ണയിൽ 26,039 വരെ. ഗോകുലം മെഡിക്കൽ കോളേജിൽ 22,419 വരെ. ജൂബിലി മെഡിക്കൽ കോളേജിൽ 15,496 വരെ. ക്രിസ്ത്യൻ ആയതുകൊണ്ട് 20,875 വരെ. KMCT മെഡിക്കൽ കോളേജിൽ 31,349 വരെ. PK ദാസിൽ 38,232 വരെ. കരുണ മെഡിക്കൽ കോളേജിൽ 37,391. മലങ്കര കോലഞ്ചേരിയിൽ 17,865 വരെ ജനറൽ വിഭാഗത്തിലും ക്രിസ്ത്യൻ ആയതുകൊണ്ട് 22,567 വരെയും. മലബാർ മെഡിക്കൽ കോളേജിൽ 33,941 വരെയും. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിൽ 39,371 വരെയും. പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ 17,998 വരെയും ക്രിസ്ത്യൻ ആയതുകൊണ്ട് 27,000 വരെയും. ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ 32,685 വരെ റാങ്കുള്ളവർക്ക്. സോമർവെൽ മെഡിക്കൽ കോളേജിൽ 25,121 വരെയും ക്രിസ്ത്യൻ ആയതുകൊണ്ട് 37,269 വരെയും. SUT മെഡിക്കൽ കോളേജിൽ 32,783 വരെ. ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ 20,876 വരെ. മുസ്ലിം ആയതുകൊണ്ട് 28,913 വരെ. അതുകൊണ്ട്
ഈ ഒരു NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 21 ലക്ഷം രൂപ വാർഷിക ഫീസ് കൊടുത്തുകൊണ്ട് MBBS താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മിനിമം മാർക്കാണെങ്കിലും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ MBBS പ്രവേശനം ഉറപ്പാണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കീം 2024 MBBS പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 17 NRI ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് 24 വരെയാണ്. അതിനുശേഷം നാം അപ്ലോഡ് ചെയ്യുന്ന ഓരോ ഡീറ്റെയിൽസും പരിശോധിച്ച് മെയ് അവസാനത്തെ ആഴ്ചയിൽ കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരികയും അതിനകത്ത് നാം അപ്ലോഡ് ചെയ്ത പാസ്പോർട്ട്, വിസ, NRI സർട്ടിഫിക്കറ്റ്, റിലേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, അഫിഡേവിറ്റ് എന്നിവ സൂക്ഷ്മമായിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ പരിശോധിച്ച് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അവ നമ്മളെ മെമ്മോയുടെ രൂപത്തിൽ അറിയിക്കുകയും ജൂണിൽ അത് തിരുത്താനുള്ള സാവകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ NRI ഡോക്യുമെൻറ്റ്സ് അല്ലെന്നല്ല ഏത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും ദയവായിട്ട് മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ, വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വരുമ്പോൾ എല്ലാ കുട്ടികളും ലോഗിൻ ചെയ്ത് തങ്ങൾ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വാലിഡ് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുകയും നമ്മളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ കാണാം NRI എന്ന് അതിനകത്ത് കിടക്കുന്ന കാണാം മെയ് മാസം അവസാനം. അപ്പം മെയ് മാസം അവസാനം അങ്ങനെ കാൻഡിഡേറ്റ് പോർട്ടലിൽ NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യേണ്ടതാണ്. കീം 2024 ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.